നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. 2020 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ടാലിയിലൂടെ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. TCS ടാലിയിൽ ആദ്യം മുതൽ ഉള്ള ഒരു ഫീച്ചർ തന്നെയാണ്. നിങ്ങൾക്കത് എനേബിൾ ചെയ്യാൻ മറ്റ് ഫീച്ചറുകൾ എനേബിൾ ചെയ്യുന്നത് പോലെ തന്നെ F11 ഫീച്ചേഴ്സ് അതിലേക്ക് വരിക. F11ൽ വന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷനിലേക്ക് വരിക. അതിൽ റൈറ്റ് സൈഡിലായിട്ട് TDSൻ്റെ തൊട്ട് താഴെ TCS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. നിങ്ങൾക്കത് എനേബിൾ ചെയ്യാം. തൊട്ട് താഴെ TCSൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെറ്റ് ഓൾട്ടർ TCS ഡീറ്റെയിൽസ്. അതും കൂടി എസ് ആക്കി ടാൻ നമ്പർ അടക്കം നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ TCSുമായി ബന്ധപ്പെട്ട വിവരണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സേവ് ചെയ്യാം. സോ നിങ്ങളുടെ ടാലിയിൽ TCS ചെയ്യാൻ പാകത്തിന് ടാലി എനേബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ട്രാൻസാക്ഷൻ ലെവലിലേക്ക് പോകാം. ഞാൻ അക്കൗണ്ടിങ് വൗച്ചേഴ്സിലേക്ക് വന്നു. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, TCS കളക്ട് ചെയ്യേണ്ടത് സെയിൽസിൻ്റെ കൺസിഡറേഷൻ ലഭിക്കുമ്പോഴാണ്. പക്ഷേ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇൻവോയ്സസുകളിൽ TCSും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം നമ്മളൊരു ജേണൽ എൻട്രി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് വൗച്ചറിൻ്റെ കൂടെ മാനുവലായിട്ട് TCS കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം അത് ഇൻവോയ്സിലൂടെ തന്നെ കസ്റ്റമറെ അറിയിക്കുമ്പം കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ സെയിൽസ് വൗച്ചർ എടുത്തിട്ടുള്ളത്. സോ ഞാനിവിടെ വന്നു, ഒരു പാർട്ടിയെ സെലക്ട് ചെയ്യണം. ഇവിടെ സിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയെ ഞാൻ സെലക്ട് ചെയ്തു. സോ ആ പർട്ടിക്കുലർ ക്ലയൻറ്റിൻ്റെ കസ്റ്റമറുടെ ലെഡ്ജറിൻ്റെ അകത്തെ സെറ്റിങ്സ് നമുക്കൊന്ന് നോക്കാം. Ctrl+ എൻ്റർ അടിച്ച് ആ ലെഡ്ജറിനകത്തേക്ക് കയറാം. സോ നിങ്ങൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉള്ള ലെഡ്ജറാണെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് ഈ മാറ്റങ്ങൾ അതിൽ വരുത്താവുന്നതാണ്. ഞാനിവിടെ വന്നു, അവിടുത്തെ ഓപ്ഷൻ ഈസ് TCS ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നിങ്ങളത് എസ് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് ബയ്യറുടെ ടൈപ്പ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഇൻഡിവിജ്വൽ ആണോ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണോ എന്നൊക്കെ ഉള്ളതുപോലെ നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ കസ്റ്റമറുടെ ടൈപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ദെൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പാൻ കാർഡ് നിർബന്ധമാണ്. സോ പാൻ കാർഡ് നമ്പർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ സ്പേസിൽ അവരുടെ പർട്ടിക്കുലർ പാർട്ടിയുടെ ക്ലയൻറ്റിൻ്റെ പാൻ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലയൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറുടെ ലെഡ്ജറിനകത്തെ സെറ്റിങ്സ് തീർന്നു, സേവ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം, നമ്മളുടെ ഐറ്റം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ സ്പേസ് ബാർ അടിച്ചു. സോ ഐറ്റം വൈസ് ആണ് TCS ആപ്ലിക്കബിലിറ്റി ഉള്ളത്. സോ ഞാനിവിടെ ഒരു ഐറ്റം സാംസങ്ങിൻ്റെ LED TV സെലക്ട് ചെയ്തു. 25 എണ്ണം സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഒരു 75,000 75,000 ഒരെണ്ണത്തിന്. അങ്ങനെ എൻ്റർ അടിച്ചപ്പോൾ 18,70,75,000 രൂപ വന്നു. സോ TCSൻ്റെ നിയമം എല്ലാവർക്കും അറിയാം, 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമ്പോൾ മാത്രമാണ് TCS ബാധകമാവുന്നത്. സോ ഇവിടെ 18 ലക്ഷം രൂപയെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ TCS ആപ്ലിക്കബിൾ അല്ല. ഞാൻ രണ്ടാമത് ഒരു ഓപ്ഷൻ വന്നു. അവിടെ നിങ്ങളുടെ പർട്ടിക്കുലർ സെയിൽസ് ലെഡ്ജർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സെയിൽസിൻ്റെ ലെഡ്ജറിനകത്തും സെറ്റിങ്സ് ഒന്നുമില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. സെയിൽസിൻ്റെ ലെഡ്ജറിൽ ഞാൻ Ctrl+ എൻ്റർ അടിച്ചു. അവിടെ GSTയുടെ തൊട്ട് താഴെയായിട്ട് TCS ഓപ്ഷൻ ഉണ്ട്. അത് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കണം. നിങ്ങൾ ഒന്നും കൂടി എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നേച്ചർ ഓഫ് ഗുഡ്സ് ചോദിക്കും. സോ നിങ്ങൾക്ക് അവിടെ പുതിയൊരു നേച്ചർ, ന്യൂ കാറ്റഗറി വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ എനി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുകയോ ചെയ്യാം. സോ നിങ്ങളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ എനി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വരുന്ന എല്ലാ നേച്ചറുകൾക്കും ഈ സെയിൽസ് ലെഡ്ജർ ഉപയോഗിക്കും. സോ ഞാനിവിടെ എനി എന്ന് കൊടുത്തു. ദെൻ എന്താണ് ഈ എനി എന്ന് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് ഞാൻ പറയാം. നിങ്ങളിവിടെ വന്നു, ഇവിടെ ഇതിന് TCS ഇല്ലാത്തതുകൊണ്ട് തന്നെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് ഈ ഫീൽഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നോർമലി നിങ്ങളുടെ ടാലിയിൽ ഇങ്ങനെ ഒരു ഫീൽഡ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ഈ ഇങ്ങനെ നിൽക്കുന്ന സ്പേസിൽ വന്നിട്ട് F12 കോൺഫിഗറേഷൻ എടുക്കണം. അവിടുന്ന് ഈ ഒരു ഓപ്ഷൻ അലോ മോഡിഫിക്കേഷൻ ഓഫ് ടാക്സ് ഡീറ്റെയിൽസ് ഫോർ TCS കണ്ടോ, അലോ മോഡിഫിക്കേഷൻ ഓഫ് ടാക്സ് ഡീറ്റെയിൽസ് ഫോർ TCS എന്ന് പറഞ്ഞ ഓപ്ഷൻ
എനേബിൾ ചെയ്യണം. അങ്ങനെ എനേബിൾ ചെയ്യുമ്പോഴാണ് ആ ഒരു ബ്ലൂ കളറുള്ള ഓപ്ഷൻ വരുന്നത്. ഞാൻ എനി എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ രണ്ടാമതൊരു ഐറ്റം സെലക്ട് ചെയ്തു. സോണി എന്ന് പറഞ്ഞ ഐറ്റമാണ്. അതിനകത്ത് TCS ആപ്ലിക്കബിൾ ആണ്. അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ സാംസങ്ങിൽ കാണിച്ചിരുന്നു ഇവിടെ TCS ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത്. അതേപോലെ ഇവിടെ ആപ്ലിക്കബിൾ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നേച്ചർ സെയിൽ ഓഫ് എനി ഗുഡ്സ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. പുതിയൊരു നേച്ചർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ കാറ്റഗറി അടിച്ച് എൻ്റർ അടിച്ചാൽ അവിടെ പുതിയൊരു നേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിവിടെ ഹെൽപ്പർ ബട്ടൺ ഉപയോഗിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നേരെ മറിച്ച് ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ കാറ്റഗറി അടിച്ചിട്ട്. അതൊന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ സെഷൻ 260C സെഷൻ ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ പേയ്മെൻറ്റ് കോഡ് അറിയെങ്കിൽ നിങ്ങൾക്കത് ഫില്ല് ചെയ്യാം. ഈ 260C സബ്സെക്ഷൻ 1H അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് വിത്ത് പാൻ എത്രയാണ് ഇൻഡിവിജ്വൽസിന്, അത് കോവിഡ് കാലഘട്ടമായതുകൊണ്ടാണ് 0.075%. വിത്തൗട്ട് പാൻ ആണെങ്കിൽ 1%. നോർമലി ഇൻഡിവിജ്വൽസിനും അതർ ദാൻ ഇൻഡിവിജ്വൽസിനും സെയിം റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ അടിച്ച് പോരുന്നാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ദെൻ എൻ്റർ അടിച്ച് വന്നു. ഇവിടെ ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ത്രെഷോൾഡ് ലിമിറ്റ് കവർ ചെയ്യുന്ന സമയത്ത് TCS കളക്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എത്രയാണോ എമൗണ്ട് ഉള്ളത്, ഉദാഹരണം 55 ലക്ഷം രൂപയാണ് ടോട്ടൽ സെയിലെങ്കിൽ 55 ലക്ഷത്തിൻ്റെ TCS വേണ്ട, 55 ലക്ഷം മൈനസ് ത്രെഷോൾഡ് ലിമിറ്റ് 50 ലക്ഷം, ബാക്കി 5 ലക്ഷത്തിൻ്റെ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ത്രെഷോൾഡ് ലിമിറ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നില്ല, എൻ്റർ അടിച്ച് പോവുകയാണ്. സോ ഇതാണ് ഒരു റേറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അത് ഐറ്റത്തിനകത്താണ്. സോ ഓരോ ഐറ്റത്തിനും വ്യത്യസ്ത റേറ്റുകളാണ്. സോ നമുക്കിവിടെ നമ്മളുടെ ഐറ്റത്തിൻ്റെ നേച്ചർ സെലക്ട് ചെയ്തു. സെയിൽ ഓഫ് എനി ഗുഡ്സ്. ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആ സെഷൻ്റെ പേരൊക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. എന്ത് പേരും അവിടെ ക്രിയേറ്റ് ചെയ്യാം. TDS ചെയ്യുന്ന അതേപോലെ തന്നെ ഞാനിതൊരു 10 വാങ്ങിച്ചു 80,000 രൂപയ്ക്ക്. അപ്പോൾ എൻ്റെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ വിത്തൗട്ട് GST 26,75,000 രൂപയാണ്. ഞാൻ ഒന്നും കൂടി എൻ്റർ അടിച്ചു. സെയിൽസിൻ്റെ ലെഡ്ജർ വന്നു. ഞാനത് ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ സ്പേസ് ബാർ അടിച്ചു. നിങ്ങളിവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ത്രെഷോൾഡ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എനി സെയിൽ ഓഫ് എനി ഗുഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താലും മതി. ഞാനിവിടെ വന്നു എൻ്റർ അടിച്ചു. താഴെ CGSTയുടെ ലെഡ്ജറിലും TCSന് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് S കൊടുക്കണം. കാരണം ഇൻക്ലൂഡിങ് CGST, SGST, IGST അങ്ങനെയാണ് TCS കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെഡ്ജറിൽ TCS ആപ്ലിക്കബിൾ ആണ്. നിങ്ങളിവിടെ ആപ്ലിക്കബിൾ എന്ന് കൊടുക്കുക, എനി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഈ എനി കൊടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ സെയിൽ ഓഫ് എനി ഗുഡ്സ് അല്ലെങ്കിൽ മറ്റ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഏത് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനും ഈ CGSTയുടെ ഒരൊറ്റ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്താൽ മതി. സോ നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം, എൻ്റർ അടിക്കാം. അപ്പോൾ അവിടെ CGST എമൗണ്ട് വന്നു. സെയിം സാഹചര്യം ഇവിടെ ടോട്ടൽ സെയിൽസ് വാല്യൂ ഒരിക്കലും 50 ലക്ഷത്തിൽ മുകളിൽ പോകാത്തത് കൊണ്ട് തന്നെ TCS ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ഞാൻ നോട്ട് ആപ്ലിക്കബിൾ എന്ന് തൽക്കാലം കൊടുത്തു, എൻ്റർ അടിച്ചു. SGST സെയിം സെറ്റിങ്സ് SGSTയുടെ അകത്ത് നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു, എൻ്റർ അടിച്ചു. നിങ്ങളിവിടെ TCSൻ്റെ ലെഡ്ജർ ഞാനിവിടെ ഉണ്ട്, എൻ്റർ അടിച്ചു. ഇവിടെ TCS ഇവിടെ വന്നിട്ടില്ല. TCSൻ്റെ ലെഡ്ജറിൻ്റെ സെറ്റിങ്സ് ഒന്ന് കാണിക്കാം. കൺട്രോൾ എൻ്റർ അടിച്ചു. നോർമൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST പോലെ TCS സെലക്ട് ചെയ്തു. ഇവിടെയും ഞാൻ എനി കൊടുത്തു. ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേച്ചറിലുള്ള ട്രാൻസാക്ഷന് മാത്രമേ ആ ലെഡ്ജർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ കോമൺ ആയിട്ട് ഒറ്റ ലെഡ്ജറേ ഉള്ളൂ, അതുകൊണ്ടാണ് എനി കൊടുത്തത്. ദെൻ സേവ് ചെയ്തു. ഇവിടെ ഓൾറെഡി TCS വന്നിട്ടില്ല, ലെഡ്ജർ കൊടുത്താലും വന്നിട്ടില്ല. ഞാനവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തിട്ടുള്ളതാണ്. സോ ഇവിടെ ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ വാല്യൂ 29,96,000 രൂപ വന്നിട്ടുണ്ട്. നമുക്കിതിന് TCS ആപ്ലിക്കബിൾ അല്ല, കാരണം 50 ലക്ഷത്തിന് മുകളിൽ വന്നാലേ TCSൻ്റെ ബാധ്യത ഉള്ളൂ. ഞാൻ എൻ്റർ അടിച്ചു, സേവ് ചെയ്തു. ഇത് നമുക്ക് 1 ഒക്ടോബർ 2020 നടന്ന ട്രാൻസാക്ഷനാണ്. ഓക്കെ, ദെൻ എൻ്റർ അടിച്ചു, സേവ് ചെയ്തു. നമുക്കിനി F2 അടിച്ചു. 2 ഒക്ടോബർ 2020 അടുത്ത ട്രാൻസാക്ഷൻ നടക്കുകയാണ്. സെയിം പാർട്ടിയെ ഞാൻ സെലക്ട് ചെയ്തു. ഐറ്റം സാംസങ് ഒരു 10 ഞാൻ സെലക്ട് ചെയ്തു. അവിടെ 7,50,000. ഇവിടെ
ഈ ട്രാൻസാക്ഷൻ ഇപ്പോൾ നമുക്ക് ഓൾറെഡി പഴയ സെയിൽസ് എത്രയുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ ടേൺ ഓവർ 29 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. 29,96,000 വന്നിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ഇനി 20 ലക്ഷത്തിൻ്റെ ഇൻവോയ്സും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ TCSന് ബാധകമായൊരു ട്രാൻസാക്ഷനായിട്ട് ഇത് മാറും. സോ ഈ ട്രാൻസാക്ഷൻ ഇപ്പോൾ തന്നെ 7,50,000 രൂപ വിത്തൗട്ട് GST വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റർ അടിച്ചു, സെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ അടിച്ചു. ഇവിടെ ഞാൻ ഇത് ടാക്സബിൾ എന്ന് കൊടുക്കണം. കാരണം ഇവിടെ മിക്കവാറും സെയിൽസിൻ്റെ ഇത് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെയിൽ ഓഫ് എനി ഗുഡ്സ് എൻ്റർ അടിച്ചു, സെയിൽ ചെയ്തു. ദെൻ അടുത്തതിനകത്ത് സോണി, അവിടെ ഞാനൊരു 30 എണ്ണം കൊടുക്കാം. അപ്പോൾ ഇവിടെ 24 ലക്ഷം രൂപയായി. സോ നോക്കിയേ, ഇവിടെ 24 31,50,000 രൂപ വിത്തൗട്ട് GST വന്നിട്ടുണ്ട്. ഞാൻ എൻ്റർ അടിച്ചു. സോ ഇവിടെ TCS ആപ്ലിക്കബിൾ ആയതുകൊണ്ട് സെയിൽ ഓഫ് എനി ഗുഡ്സ് എന്ന് തന്നെ കൊടുത്തു. എൻ്റർ അടിച്ചു. CGST ലെഡ്ജർ എൻ്റർ അടിച്ചു. ഇവിടെ നിങ്ങൾക്ക് CGST അടക്കമാണ് വരേണ്ടത്. സെയിൽ ഓഫ് എനി ഗുഡ്സ് കൊടുത്തു. SGST സെയിൽ ഓഫ് എനി ഗുഡ്സ്. ഇങ്ങനെയാണ് നോർമലി ചെയ്യേണ്ടത്. സെയിൽ ഓഫ് എനി ഗുഡ്സ് ഞാൻ കൊടുത്തു. ദെൻ TCS. അപ്പോൾ ഒന്ന് നോക്കിയാൽ അവിടെ TCS ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം, ഇത് കറക്റ്റല്ല. എന്തുകൊണ്ടാണ് കറക്റ്റല്ല എന്ന് പറയുന്നത്? ഞാൻ ടാക്സ് അനാലിസിസ് നിന്ന് എടുത്ത് കാണിക്കാം. അവിടെ ടാക്സ് അനാലിസിസിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ടാക്സ് അനാലിസിസ് കാണാം. അവിടെ ഡീറ്റെയിൽഡ് എടുക്കണം നിർബന്ധമില്ല. ഇവിടെ സെയിൽ ഓഫ് എനി ഗുഡ്സ് 35,28,000 രൂപയുടെ പെർസെൻറ്റേജ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വേണ്ടത് 35 ലക്ഷത്തിൻ്റെ അല്ല, ടോട്ടൽ ടേൺ ഓവർ മൈനസ് 50 lakh. ആ നെറ്റ് ഡിഫറൻസിൻ്റെ മുകളിലാണ് TCS കളക്ട് ചെയ്യേണ്ടത്. ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്നത് 35 ലക്ഷത്തിനാണ്. സോ നമുക്ക് ആദ്യം TCSൻ്റെ ബാധ്യത അല്ലെങ്കിൽ TCSൻ്റെ അസസബിൾ വാല്യൂ എത്രയാണ് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 35,28,000 രൂപ. അതാണ് ഈ ഇൻവോയ്സിനകത്തുള്ള ടോട്ടൽ ടേൺ ഓവർ. മുൻപുണ്ടായിരുന്നത് നിങ്ങളിവിടെ ടേൺ ഓവർ കണ്ടിട്ടുണ്ട് 29,96,000 രൂപ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ എത്രയുണ്ട് എന്ന് ആദ്യം നോക്കാം. നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റർ ഒന്ന് എടുക്കാം. പഴയ ഇൻവോയ്സ് എത്രയാണ്? 29,96,000 രൂപ. ഇതാണ് 1-ാം തീയതി ബില്ല് ചെയ്തത്. പ്ലസ് ഇപ്പോൾ സംഭവിച്ചത് 35,28,000 രൂപ. എത്ര രൂപയുടെ ടേൺ ഓവർ നടന്നു? 65,24,000 രൂപ ടോട്ടൽ സിജി എന്ന് പറഞ്ഞ ആൾക്ക് സെയിലായിട്ടുണ്ട്. അസസബിൾ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് ഈ ട്രാൻസാക്ഷനിൽ. ഈ പർട്ടിക്കുലർ ട്രാൻസാക്ഷന് മാത്രമേ അത് എഫക്റ്റ് ഉള്ളൂ. കാരണം ഇവിടെ ഈ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തതോടുകൂടി 50 ലക്ഷം ക്രോസ് ചെയ്തു. അതുകൊണ്ടാണ്. സോ നമുക്ക് അസസബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 65,24,000 മൈനസ് ടാക്സബിൾ വാല്യൂ, അതായത് എക്സംഷൻ 50 ലക്ഷം, 15,24,000 രൂപയ്ക്കാണ്. ഓക്കെ, അപ്പോൾ 15,24,000 രൂപയുടെ TCS മാത്രം ഈ ട്രാൻസാക്ഷനിൽ കളക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ എൻട്രി സംഭവിച്ചപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് ആക്ച്വലി കിട്ടുകയായിരുന്നെങ്കിൽ, കൺസിഡറേഷൻ കിട്ടുകയായിരുന്നെങ്കിൽ 15,24,000 TCS കളക്ട് ചെയ്താൽ മതിയായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് ചെറിയൊരു മാറ്റം, ഈ ട്രാൻസാക്ഷൻ നമ്മൾ മാനുവലായിട്ട് വരുത്തണം. സോ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ചു. ഒന്നിൽ നിങ്ങൾക്ക് ചെയ്യാം, ഈ 15,24,000 രൂപയെ ഡിവൈഡ് ചെയ്തിട്ട് 2 ഐറ്റത്തിനായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. 15,24,000 ഡിവൈഡഡ് ബൈ 2. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എത്ര വന്നു? 7,62,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഐറ്റത്തിനായിട്ട് നമുക്കത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അസസബിൾ വാല്യൂ. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 15,24,000 രൂപയാണ്. സോ ഇവിടെ ഈ ഫസ്റ്റ് ഐറ്റത്തിന് എത്ര അസസബിൾ വാല്യൂ ഉണ്ട്? 7,50,000 രൂപ വന്നിട്ടുണ്ട്. സോ നമുക്ക് അത് തന്നെ ടാക്സ് എടുത്തോട്ടെ, വേറെ വിരോധമില്ല. ഞാൻ അവിടെ എൻ്റർ അടിച്ചു. ഇവിടെ അസസബിൾ വാല്യൂ വന്നിരിക്കുന്നത് 24 ലക്ഷം രൂപയാണ്. ആകെ നമുക്ക് വരേണ്ട അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 15,24,000 രൂപയാണ്. അതിൽ ഓൾറെഡി 7,50,000 രൂപ ആദ്യത്തെ ഐറ്റത്തിൽ സാംസങ്ങിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ കാൽക്കുലേറ്റർ എടുത്തു. 15,24,000 നിന്ന് 7,50,000 രൂപ കുറച്ചു. അപ്പം ഇനി 7,74,000 രൂപ മാത്രം മതി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 7,74,000 രൂപ, അതായത് ടാക്സിൻ്റെ അസസബിൾ വാല്യൂവിന് ഓൾട്ടർ ചെയ്ത് കൊടുത്തു. എൻ്റർ അടിച്ചു.
ഇവിടെ ഇനി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഞാനിവിടെ വന്ന് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്തു. കാരണം എൻ്റെ 2 ഗുഡ്സിനകത്ത് ഞാൻ അസസബിൾ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തു. ഇങ്ങനെയല്ല, ശരിക്കും ഡിഫോൾട്ട് ടാലിയിൽ ഈ ഒരു ഓപ്ഷൻ വെച്ചേ നമുക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് TCS ഒന്ന് കൊടുക്കാം. TCS. സോ അവിടെ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 1143 രൂപ. ടാക്സ് അനാലിസിസ് എടുത്ത് നോക്കാം. നോക്കിയേ, 15,24,000 രൂപയാണ് അസസബിൾ വാല്യൂ ആയിട്ട് വന്നത്. അതായത് ടോട്ടൽ ടേൺ ഓവർ മൈനസ് 50 ലക്ഷം. ആ കിട്ടുന്ന എമൗണ്ടാണ് 15,24,000. അതിൻ്റെ 0.75%. ഇവിടെ റൗണ്ട് ചെയ്തിട്ടാണ് 0.8 എന്ന് വന്നത്. 0.75% വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ടാലിയിൽ നമുക്ക് ഡിഫോൾട്ട് ഫീച്ചർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത റിലീസുകളിൽ ഇത് കറക്റ്റായിട്ട് ചെയ്തു വരുമായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ അസസബിൾ വാല്യൂ ഓവർ റൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഓവർ റൈഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്കത് സേവ് ചെയ്യാം. ഇനി അടുത്ത സെയിൽ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അവൻ ഈവൻ 1 രൂപ പോലും ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ വന്നു, ഒരെണ്ണം ഞാൻ കൊടുത്തു, വെറും 75,000 രൂപ ആയിട്ടുള്ളൂ. കാരണം ഇതിന് ഇനിയും TCS ആപ്ലിക്കബിൾ ആണ്. നിങ്ങളിവിടെ വന്നിട്ട് സെയിൽ ഓഫ് എനി ഗുഡ്സ് കൊടുക്കുക, എൻ്റർ അടിക്കുക CGST, എൻ്റർ അടിക്കുക സെയിൽ ഓഫ് എനി ഗുഡ്സ്. കണ്ടോ, ഇങ്ങനെ തന്നെ ചെയ്തു പോകണം. SGST, സെയിൽ ഓഫ് എനി ഗുഡ്സ്. ഇങ്ങനെ പറഞ്ഞുള്ള നേച്ചർ സെലക്ട് ചെയ്ത് പോവുക. TCSും കൂടി ആപ്ലിക്കബിൾ ആണ്. കാരണം ഓൾറെഡി 50 ലക്ഷം കഴിഞ്ഞു. TCS 63 രൂപ. എക്സംഷൻ വാല്യൂ ആയിട്ടുള്ള 50 ലക്ഷം ക്രോസ് ചെയ്യുന്ന ആ ട്രാൻസാക്ഷനിൽ മാത്രം ഞാനിപ്പോൾ കാണിച്ച ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം TCS ഡിഫോൾട്ട് ടാലി ഫീച്ചറിൽ തന്നെ, ടാലിയുടെ പുതിയ റിലീസ് വരുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട ഈ റിലീസിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ ഇതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ട സമയത്ത്, TCS പേ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് F5 എടുക്കാം. അവിടെ സ്റ്റാർട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് പേയ്മെൻറ്റ് എടുത്തിട്ട് TCS സെലക്ട് ചെയ്യാം. ഡേറ്റ് അവിടെ വരും, October 31 October. അത് കൊടുത്തു. 31 October വരെയുള്ള കളക്ട് ചെയ്തു. അവിടെ സെക്ഷൻ വരും, എൻ്റർ അടിക്കുക, സെയിൽ ഓഫ് എനി ഗുഡ്സ്. നമ്മളുടെ ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് കളക്ട് ചെയ്തത്, എല്ലാവരുടെയും കൂടി ഒരുമിച്ച് അടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഐറ്റംസ് കൊടുക്കാം. റെസിഡൻറ്റിനെയും നോൺ റെസിഡൻറ്റിനും ഉണ്ട്. ഓൾ ഐറ്റംസ് കൊടുത്താൽ 2 പേരുടെ ഒരുമിച്ച് പേയ്മെൻറ്റ് എടുക്കാം. ക്യാഷ് ഓർ ബാങ്കിയുടെ. നോർമലി ബാങ്കാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ സെലക്ട് ചെയ്യുക. ടോട്ടൽ കളക്ട് ചെയ്ത TCS എമൗണ്ട് അവിടെ വരും. ഈ ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വഴി. ഇതിൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് കാണുന്നത് ഡിസ്പ്ലേയിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ TCSൻ്റെ റിപ്പോർട്ട്സ് അവിടെ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഫോം 27EQ, അതാണ് കണ്ടോ ട്രാൻസാക്ഷൻസ്. നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് ഓരോ ട്രാൻസാക്ഷൻ ബൈ ട്രാൻസാക്ഷൻസ് കാണാൻ സാധിക്കും. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടുകൾ തൊട്ട് താഴെ TCS ഔട്ട്സ്റ്റാൻഡിങ്ങിലും കാണാൻ സാധിക്കും. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഇല്ല, എല്ലാ എമൗണ്ടും നമ്മൾ പേ ചെയ്തു. സോ ഇതാണ് ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.